അപ്പോൾ ഇതാ ഇന്ന് രാവിലെ മോൾ എഴുന്നേറ്റപ്പോഴേ ചോദിച്ചത് ഇന്ന് എന്താണ് സ്കൂളിൽ കൊണ്ടുപോകാൻ ലഞ്ചിന് കറിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് സാമ്പാർ പപ്പടം അച്ചാറാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സാമ്പാർ ഞാൻ ചോറ് കൂട്ടി കഴിക്കില്ലെന്ന് ഉമ്മിക്ക് അറിയാമല്ലോ, പിന്നെ എന്താണ് എനിക്ക് തന്നു വിടണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്താ ചോദിച്ചാൽ ഇഡലിക്ക് ദോശയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ ഇതാ ഇതേപോലെ തട്ടിൻ്റെ അടിയിലും നെയ്യ് തൂത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഈ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ, നമുക്ക് പിള്ളേർക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ സാമ്പാർ കഴിക്കാത്ത ആളെ ഞാൻ ഇഡലി ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തുവിട്ട് ആ ഇഡലിയും സാമ്പാറും ഞാൻ കഴിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് ഞാനൊരു മുളക് കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള കുരുപ്പ് പിടിച്ച മക്കളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുക. പിന്നെ ഈ ഇഡലി വെച്ച് വേറൊരു പ്രയോഗവും കൂടി ഉണ്ട് കേട്ടോ, മസാല ഇഡലിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഉടനെ ഇടുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.